എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദിലീപിനെ കുറിച്ചാണ്. ദിലീപിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറെ പറയാനുണ്ട്. 15 വർഷത്തിന് ശേഷവും ദിലീപ് എവിടെയാണോ തുടങ്ങിയത് അവിടെയൊക്കെ തന്നെ നിൽക്കുകയാണ്. ദിലീപിന്റെ പഴയ കൂട്ടുകാരായിട്ടുള്ള ശിങ്കിടികളായിട്ട് സിനിമയിൽ കൂട്ടുകാരായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള നടന്മാരായ ഹരിശ്രീ അശോകൻ, സലീം കുമാർ ഇവരെയൊക്കെ പ്രായമായി. ഇവരെ ഒന്നും ഇനി സിനിമയിൽ അതുപോലെ ആ ഒരു പഴയ കാലത്തെ പോലെ കൂട്ടുകാരായിട്ട് കൊണ്ടു നടക്കാൻ ഇനി പറ്റില്ല. ദിലീപിന്റെ അത്രയൊക്കെ ആരോഗ്യം നടക്കാനായാലും അതുപോലൊക്കെ സലീം കുമാറിനൊന്നും ഇപ്പൊ പറ്റത്തില്ലാതെയായി. അപ്പോൾ ഇവരൊക്കെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ദിലീപിന്റെ ഒരു എന്താ പറയാ അഴിഞ്ഞാട്ടം ഉണ്ടായിരുന്നു സിനിമകളിൽ. ഭയങ്കര കോമഡിയും നല്ല ചില കഥകളും രസമുള്ള കഥകൾ. ആ കാലത്ത് ദിലീപിന്റെ സിനിമകളൊക്കെ അത്രയും ഹിറ്റായിരുന്നു, അത്രയും ഇഷ്ടമായിരുന്നു ആൾക്കാർക്ക്. അതേ കഥകളുമായിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നടക്കുകയില്ല. ദിലീപ് അത് മനസ്സിലാക്കുന്നത്. ദിലീപിന്റെ ഒരു ഡാൻസ് ഉണ്ട്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഓടി ഓടി നടക്കുക എന്ന് പറയും ആ ഡാൻസ്. അങ്ങനെ മിക്ക പടത്തിലുമുണ്ട്. കാര്യസ്ഥനിലുണ്ട്, അതുപോലെ മറ്റേ പുതിയ ടേക്ക് കെയറോ അങ്ങനെ കുറെ പടങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ആ ഡാൻസ് ഉണ്ട്. മിക്കപ്പോഴും അത് ഓണാഘോഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ഈ ഒരു ഡാൻസ്, ഓടി നടന്ന് ഡാൻസ് കളിക്കുക. അങ്ങനെ ഒരു നടത്തമുണ്ട് ദിലീപിന്. അത് മിക്ക പടത്തിലും ദിലീപിനുണ്ട്. അതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. ദിലീപ് ആ പഴയ എന്താ സംഭവങ്ങൾ വിട്ടിട്ടില്ല. പഴയ കോമഡികൾ, ചളി പറയുക, അല്ലെങ്കിൽ ബ്രാ എടുത്ത് കാണിക്കുക, കുണ്ടി എന്ന് പറയുക, ഇങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മിക്ക ദിലീപ് പടങ്ങളിൽ ഇപ്പോഴും ഉള്ളത്. ഇത് പണ്ട് ദിലീപ് പയറ്റി വിജയിച്ച സംഭവങ്ങളാണ്. പിന്നെ പട്ടിയായിട്ടുള്ള നടപ്പും പട്ടിക്കളികൾ, പിന്നെ പ്രേമം, ഇതൊക്കെ വിട്ടുകളയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ദിലീപ് അത് വിടുന്നില്ല. അതുകൊണ്ടാണ് ദിലീപിന്റെ മിക്ക ചിത്രങ്ങളും പരാജയപ്പെടുന്നത്. ആൾക്കാർ വലിയ പ്രതീക്ഷ വെച്ച് അല്ലെങ്കിൽ പഴയ ദിലീപ് ഫാൻസൊക്കെ പോയി കാണുമ്പോൾ അവരെയൊക്കെ നിരാശപ്പെടുത്തുന്ന പടങ്ങളാണ് ദിലീപ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അടുത്ത് ദിലീപിന്റെ പടങ്ങൾ ഇറങ്ങിയ പടങ്ങളെല്ലാം പരാജയമായിരുന്നു. അതിന് കാരണം ഒരേ ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ കണ്ട് പഴകിയ കഥകളിൽ നിന്നൊക്കെ ചുരണ്ടിയെടുത്ത കോമഡികളും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ദിലീപ് വരുന്നതുകൊണ്ടാണ് ഈ പരാജയം ഉണ്ടാകുന്നത്. എന്നാൽ കുഞ്ചാക്കോവനെയൊക്കെ എടുത്ത് നോക്കും. കുഞ്ചാക്കോവനൊക്കെ ഒരു കാലത്ത് ചോക്ലേറ്റ് നടന്മാരാണ്, ചോക്ലേറ്റ് ഹീറോയായിരുന്നു. അങ്ങനെയുള്ള കഥകളൊക്കെ വിട്ട് കുഞ്ചാക്കോവനൊക്കെ നല്ല സൂപ്പർ കഥകൾ തിരഞ്ഞെടുക്കാനും പോലീസായിട്ടും ദിലീപ് അല്ലെ ഈ ഈ കുഞ്ചാക്കോവനൊക്കെ എന്താ പറയുക പോലീസുകാരനായിട്ടൊക്കെ വരുമെന്ന് നമ്മളൊന്നും ചിന്തിച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷെ പോലീസായിട്ടൊക്കെ അഭിനയിച്ച് അങ്ങനെയൊക്കെ തകർക്കുകയാണ്. ദിലീപ് അങ്ങനെയുള്ള കഥകളൊന്നും എടുക്കാൻ തയ്യാറാവുന്നില്ല, അല്ലെ അങ്ങനെയുള്ള കഥകളൊന്നും എഴുതിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം അതിനൊക്കെ പറ്റുന്ന ഒരാളാണ് ദിലീപ്. സ്വന്തമായിട്ട് സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നിർമ്മിക്കാൻ പറ്റുന്നൊരു നടനാണ്. അപ്പം അങ്ങനെയുള്ള കഥകളൊക്കെ വേണേൽ എഴുതിക്കാം. അങ്ങനെയുള്ള കഥകളൊക്കെ ദിലീപിന് വേണ്ടി എഴുതാനും ആൾക്കാരുണ്ടാവും. അതൊന്നും ചെയ്യാതെ ഈ പണ്ടത്തെ എഴുത്തുകാരും അവന്മാരുടെ ആ ഒരു പുറകെ പോകുന്നതുകൊണ്ടാണ് ദിലീപിന് പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത്. ദിലീപ് മാറണം. ദിലീപ് മാറണം എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ ആ കഥ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഇത് മാറ്റണം. ദിലീപ് ഈ കുഞ്ചാക്കോവനൊക്കെ കണ്ട് പഠിക്കണം. കുഞ്ചാക്കോവനൊക്കെ കാലത്തിനനുസരിച്ച് അവർ മാറി. അവർ ആ ഒരു പഴയ കഥകൾ പിടിച്ചുകൊണ്ടല്ല ഇരിക്കുന്നത്. ദിലീപ് പിന്നെയും പഴയ കഥകൾ എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ടാണ് ദിലീപിനെ ആൾക്കാർക്ക് അങ്ങ് വെറുപ്പാകുന്നത്. ദിലീപിന്റെ ഒരു പടം ഇറങ്ങി അല്ലെങ്കിൽ ഒരു പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫേസ്ബുക്കിലൊക്കെ വരുന്ന കമന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആളുകൾ ആ വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു കേസിൽ പെട്ടുകൊണ്ടോ എഴുതുന്നതല്ല. അങ്ങനെയാണ് പലരും കരുതുന്നത്. അതല്ല, ദിലീപ് ഈ കാണിക്കുന്ന കോമാളിത്തരം കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ദിലീപിനെ സ്നേഹിച്ചിരുന്നവർ തന്നെയാണ് ഇതെല്ലാം എഴുതി വിടുന്നത്. ദിലീപിന്റെ ഫാൻസ് ആയിരുന്ന കുറെ ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് തന്നെ ഇത് വെറുപ്പിക്കലായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ദിലീപിനോടൊരു ഇഷ്ടമില്ലായതുകൊണ്ടോ ദിലീപ് അങ്ങനെ ഒരു കേസിൽപ്പെട്ടതുകൊണ്ടോ ഒന്നും അല്ല. ഇവിടെ വിജയിച്ച സിനിമയാണല്ലോ മറ്റേ രാമലീലയൊക്കെ. അത് ദിലീപ് കേസിൽപ്പെട്ട ശേഷം ഇറങ്ങിയ സിനിമയല്ലേ, അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിന്റെ കഥയും അതിന്റെ ആ ഒരു അവതരണമൊക്കെ കൊണ്ട് അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അല്ലാതെ ദിലീപ് കേസിൽപ്പെട്ടതുകൊണ്ട് ദിലീപിന്റെ ചിത്രം പരാജയപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ദിലീപ് എടുക്കുന്ന കഥകൾ, ഇപ്പൊ എടുക്കുന്ന ഇതെല്ലാം പഴയ ചുരണ്ടി എടുക്കുന്ന പല കാര്യങ്ങളാണ്. സിനിമ ചെയ്യാൻ അറിയത്തില്ലാത്ത നടന്മാരെയൊക്കെ വെച്ച് അല്ലെങ്കിൽ അവരെയൊക്കെ ദിലീപിന് ഭരിക്കാൻ പറ്റും, പേടിപ്പിച്ച് നിർത്താൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് സംവിധാനം ചെയ്യിക്കുക. അവര് തന്നെ എന്നിട്ട് പറയുന്നു ഇതിലൊക്കെ ദിലീപ് ഇടപെട്ടുകൊണ്ടാണ് പടം പൊട്ടാൻ കാരണമെന്ന് അവര് തന്നെ പിന്നെ ഒന്ന് തുറന്ന് പറയുന്നു.
ദിലീപ് അങ്ങനെ പറഞ്ഞു, അല്ല ഇങ്ങനെ ചെയ്യിച്ചോണ്ടാണ്, അല്ല ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സീനൊക്കെ എടുത്തത്, അല്ലെങ്കിൽ ആ സീനൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ. ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ ആ സിനിമയിൽ കയറ്റാൻ കാരണം തന്നെ ദിലീപാണ്. അങ്ങനെ ചെയ്യിച്ചുകൊണ്ടാണ് ദിലീപിന്റെ പടങ്ങൾ ഇങ്ങനെ എല്ലാം അധപതിക്കുന്നത്. ദിലീപിനൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇപ്പൊ പൃഥ്വിരാജും അത് ബേസിൽ ജോസഫ് ഇങ്ങനെയുള്ള ഒരുപാട്, അതുപോലെ ടൊവിനോ, ഇങ്ങനെയുള്ള ഒരുപാട് സൂപ്പർ താരങ്ങളുണ്ട്. പണ്ട് യേശുദാസിന്റെ കാര്യം പറഞ്ഞ പോലെ പണ്ട് യേശുദാസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. യേശുദാസ് ഇന്ന് അങ്ങനെയല്ല, പാടാൻ ഇഷ്ടംപോലെ ചെറുപ്പക്കാർ യേശുദാസിനേക്കാളും നന്നായി പാടുന്ന, യേശുദാസിനെ പോലെ പാടുന്ന ആൾക്കാരുള്ളതുകൊണ്ട് യേശുദാസിന് യേശുദാസിനെ പാടാൻ കിട്ടിയില്ലെങ്കിലും ആൾക്കാർക്ക് വേണ്ട. ഇന്ന് യേശുദാസിന്റെ ശബ്ദത്തെക്കാൾ മറ്റുള്ള ഗായകരുടെ ശബ്ദം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലേ? ഇപ്പൊ യേശുദാസിന്റെ പാട്ട്, യേശുദാസ് പാടുന്നില്ലല്ലോ, യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് എത്ര നാളെ ഇങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ യേശുദാസിനെ കുറിച്ച് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. അങ്ങനെ ഒരു കാലമല്ലല്ലോ. പിന്നെ ആസിഫ് അലി എടുക്കുന്ന സിനിമകൾ കണ്ടിട്ടില്ലേ? ആസിഫ് അലി തിരഞ്ഞെടുക്കുന്ന കഥകൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള കഥകളൊക്കെ ദിലീപ് ചെയ്യുവാണെങ്കിൽ ദിലീപിന് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റുമായിരിക്കും. ജയറാമിനെയൊക്കെ പോലെ, ജയറാമൊക്കെ ഒരു കാലത്ത് നായകൻ നടന്മാരായിട്ട് കത്തി നിന്ന താരങ്ങളാണ്. ആ ഒരു കാലം കഴിഞ്ഞു. ഇനി ജയറാം അങ്ങനെയുള്ള പടങ്ങൾ കൊണ്ടുവന്നാൽ വിജയിക്കില്ല. എത്രയോ ജയറാമിന്റെ പടങ്ങൾ പൊട്ടി, എത്ര പടം എണ്ണി തീർക്കാൻ പറ്റാത്തത്രം പടങ്ങൾ പൊട്ടിച്ചിട്ടാണ് ദിലീപിനെയൊക്കെ പോലെ പൊട്ടിച്ച ശേഷമാണ് ജയറാം തമിഴിലും തെലുങ്കിലൊക്കെ പോയി അച്ഛൻ വേഷവും അതുപോലെ എന്താ പറയുക സഹനടൻ വേഷമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതിനേക്കാൾ കാശ് കൂടുതൽ കിട്ടും. പക്ഷെ ജയറാമിനെ പോലുള്ള ഒരു സൂപ്പർ താരമായിരുന്ന ആള് കഥകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ പരാജയമായിരുന്നു. നായകനായിട്ട് അഭിനയിക്കുള്ളൂ എന്നുള്ള തീരുമാനവും മലയാളത്തിൽ അദ്ദേഹത്തിനുണ്ടാവും. അത് തന്നെയല്ല, അദ്ദേഹം എടുക്കുന്ന കഥകളൊക്കെ വളരെ മോശമായിരുന്നു. ഇതൊക്കെ സിനിമയായിട്ട് വരുമ്പോൾ ഇതൊക്കെ എന്ന കഥ, ഇതൊക്കെ എന്നതാണെന്ന് നമ്മൾ ഓർക്കും. സത്യനന്ദിക്കാടിന് പോലും അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ വെച്ച് സത്യനന്ദിക്കാട് സിനിമ ചെയ്തിരുന്നു, അതുപോലും പൊട്ടിപ്പോയി. ജയറാമിന്റെ അങ്ങനെ കുറേ പരാജയ ചിത്രങ്ങൾ. ദിലീപ് ജയറാമിനെ പോലെ ആവണമെന്നല്ല, സഹതാര വേഷങ്ങളിലേക്ക് അല്ലെങ്കിൽ സഹനടൻ വേഷങ്ങളിലേക്ക് അദ്ദേഹം വരണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കഥകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും 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 പരാജയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ദിലീപ് പടങ്ങളിലൂടെയുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോകും. ദിലീപ് എല്ലാവരുടെ മുന്നിൽ കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇനിയും ഇങ്ങനെയുള്ള പടങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കോമാളിയാവും. അജു വർഗീസ് പോലും മാറുന്നു. അജു വർഗീസ് പോലും കോമഡി ചെയ്തുകൊണ്ടിരുന്ന നടനാണ്. അദ്ദേഹം പോലും ഇപ്പോൾ നല്ല നല്ല വേഷങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള നടന്മാരെല്ലാം ഇപ്പോൾ എന്താ പറയുക നല്ല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ദിലീപ് പഴയ കോമാളിത്തരങ്ങളുമായിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം മണ്ടന്മാരാണ് അല്ലെങ്കിൽ പൊട്ടന്മാരാണെന്നുള്ള വിചാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം മാറ്റണം, അദ്ദേഹത്തിന്റെ ആ ഈ രീതി മാറ്റണം. ഈ കഥകൾ തിരഞ്ഞെടുക്കുന്നത്, അദ്ദേഹത്തിന് കഥകൾ എഴുതിക്കാൻ പറ്റും, അദ്ദേഹത്തിന് പഴയ കഥകളെ പോലെയുള്ള ഉണ്ടാക്കിക്കൊണ്ട് വരാതെ പുതിയ സംഭവങ്ങൾ ഇറക്കുക. നല്ല വേഷങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ. നല്ല പോലീസായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ വക്കീലായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അങ്ങനെയുള്ള കഥകളൊക്കെ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല. അദ്ദേഹത്തിന് പട്ടിയും അതിൻ്റെ കൂടെ പ്രേമവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല, അതൊന്നും വിജയിക്കുന്ന കാര്യമല്ല. ഇനി ദിലീപ് അത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ പറയും അതിൻ്റെ കോപ്പിയാണ്, അതിൻ്റെ ചുരണ്ടനാന്ന് പറയും, ആ സിനിമയിൽ നിന്ന് ചുരണ്ടിയതാന്ന് പറയും. അങ്ങനെയുള്ള കഥകൾ കൊണ്ടുവരാതെ നല്ല കഥകൾ തിരഞ്ഞെടുക്കുക. അനാവശ്യ കോമഡികളും അനാവശ്യ പാട്ടുകളും കുത്തിക്കയറ്റാതെ സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കും.